ഒരു വൃദ്ധനായ മനുഷ്യൻ തെരുവിൽ മുട്ട വിൽക്കുകയായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, എത്ര രൂപയ്ക്കാണ് നിങ്ങൾ മുട്ട വിൽക്കുന്നത്? വൃദ്ധനായ കച്ചവടക്കാരൻ പറഞ്ഞു, ഒരു മുട്ടക്ക് 3 രൂപയാണ് മാഡം. 2 രൂപയ്ക്ക് തരുമെങ്കിൽ ഞാൻ 6 മുട്ട വാങ്ങാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് സ്ത്രീ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വിലക്ക് വാങ്ങും മാഡം എന്ന് വൃദ്ധനായ കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. ഒരുപക്ഷെ ഇതെനിക്ക് നല്ല തുടക്കമാണ്. കാരണം എനിക്ക് ഇന്ന് ഒരു മുട്ട പോലും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്ക് ഇതുമാത്രമാണ് ജീവിതമാർഗം. അവൾ ആ വിലക്ക് മുട്ടകൾ വാങ്ങി ഒരു വിജയിയെപ്പോലെ മടങ്ങി. അവൾ അവളുടെ മനോഹര കാറിൽ പ്രവേശിച്ചതിന് ശേഷം അവളുടെ സുഹൃത്തിനോടൊപ്പം മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവളും അവളുടെ സുഹൃത്തും കൂടി അവർക്ക് ആവശ്യമായത് കഴിക്കാനായി ഓർഡർ ചെയ്തു. അവർ അല്പം മാത്രമാണ് അവിടെ നിന്നും കഴിച്ചത്. അവർ കഴിച്ചതിൽ നിന്നും ഒരുപാട് ഭക്ഷണങ്ങൾ ബാക്കിയായി. അവരുടെ ബില്ല് 400 രൂപയോളം ആയിരുന്നു. അവർ 500 രൂപ നൽകിയതിനു ശേഷം ബാക്കി രൂപ ടിപ്പായി സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഒരാളെ സഹായിച്ച മട്ടിൽ അവിടെ നിന്നും ഇറങ്ങി. ആ വലിയ റെസ്റ്റോറൻറ്റ് ഓണർക്ക് ഇതൊരു സാധാരണ സംഭവമായി തോന്നിയേക്കാം. എന്നാൽ മുട്ടക്കച്ചവടക്കാരനോട് അവൾ കാണിച്ചത് വളരെ അന്യായമായിരുന്നു. ദരിദ്രരിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ശക്തമായി പെരുമാറുന്നത്? എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഔദാര്യം ആവശ്യമില്ലാത്തവരോട് നാം മാന്യത കാണിക്കുന്നത്? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എൻ്റെ പിതാവ് പാവപ്പെട്ടവരിൽ നിന്ന് ലളിതമായ സാധനങ്ങൾ വലിയ വിലക്ക് വാങ്ങാറുണ്ടായിരുന്നെന്ന്. അത് ആവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പോൾ അദ്ദേഹം കൂടുതൽ പണം നൽകുമായിരുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. അതിനാൽ ഞാൻ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പിതാവ് മറുപടി പറഞ്ഞു, ഇത് അന്തസ്സോടെ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്.